നമസ്കാരം, എല്ലാവർക്കും നേച്ചർ ഡുവേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നവ്യ. ഞാൻ അമൽ. ഇന്ന് നമ്മൾ പോകുന്നത് കാനഡയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ വീട്ടിലേക്കാണ്. ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ടൊറന്റോയിലെ ഒരു കിടിലൻ ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് പോകാം കാസൽ ലോമയിലേക്ക്. ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഭൂരിഭാഗം ആൾക്കാരും ഒരു കിടിലൻ വീട് അങ്ങോട്ട് പണിയും. 1900കളുടെ തുടക്കങ്ങളിൽ ഈ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഹെൻറി പെല്ലറ്റിനെ അതേപോലെ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ടൊറന്റോയിലെ ഒരു പ്രൈം ലൊക്കേഷനിൽ തന്നെ ഒരു അടിപൊളി കൊട്ടാരം പണിയണം എന്നായിരുന്നു ഹെൻറി പെല്ലറ്റിന്റെ ആഗ്രഹം. അങ്ങനെ 3 വർഷം കൊണ്ട് 300 പണിക്കാരെ വെച്ച് 98 മുറികളുള്ള ഈ ഒരു സൗധം പുള്ളി പണിതെടുത്തു. ഇതിന് പുള്ളി കാസലോമ എന്ന് പേര് നൽകി. കാസലോമ എന്ന് വെച്ചാൽ ഹിൽ ഹൗസ് എന്നാണ് സ്പാനിഷിൽ അർത്ഥം. ഈ കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ടൊറന്റോ സിറ്റിയുടെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. സ്കോട്ടിഷുകാരനായ ഹെൻറി പെല്ലറ്റിന് താൻ താമസിക്കുന്ന കാസലോമ എന്ന കൊട്ടാരത്തിന് യൂറോപ്യൻ സ്റ്റൈൽ ഇന്റീരിയർ തന്നെ വരണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ഗോത്തിക് റിവൈവൽ സ്റ്റൈലിൽ കാസലോമ പണിയാനായിട്ട് ഹെൻറി പെല്ലറ്റ് സ്കോട്ട്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റോൺ മേസൺസിന്റെ കരവിരുത് നമുക്കിവിടെ മുക്കിലും മൂലയിലും കാണാം. ശരിക്കും ഒരു പീസ് ഓഫ് ആർട്ടാണ് ഇവിടെ പണിതു വെച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 10,000 ബുക്കുകളുള്ള ഹെൻറി പെല്ലറ്റിന്റെ സ്വന്തം ലൈബ്രറി നമുക്കിവിടെ കാണാം. ലൈബ്രറിയോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് റൂം നമുക്ക് കാണാം. അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്കും വിശാലമായിട്ടുള്ള ഒരു ഇൻഡോർ ഗാർഡൻ ഉണ്ട്. ഇവിടെ ഇരുന്നാണ് അത്ര ഹെൻറി പെല്ലറ്റിന്റെ ഭാര്യ മേരി മദാമ കൂട്ടുകാരികളോടൊപ്പം വൈകുന്നേരങ്ങളിൽ ചായയും മഫിനൊക്കെ കഴിച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിരുന്നിരുന്നത്. ഈ ഗാർഡനിൽ നമ്മൾ വന്ന് കയറുമ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒന്നാണ് മുകളിൽ കാണുന്ന ഈ ഗ്ലാസ് ഡോർ. എത്ര മനോഹരമായിട്ടാണ് അതിന്റെ പണി ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയേ. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുന്ന വഴി ഹെൻറി പെല്ലറ്റിന്റെ ഒരു സ്റ്റഡി റൂം ഉണ്ട്. ഇത് സർ നെപ്പോളിയന്റെ ഓഫീസ് റൂമിന്റെ രൂപകൽപ്പനയിലാണ് പണി കഴിച്ചിരിക്കുന്നത്. ഈ റൂമിലാണ് ഹെൻറി പെല്ലറ്റ് ഏറ്റവും അധികം സമയം ചെലവഴിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ ബെഡ്റൂംസ് ആണ്. ആദ്യം നമ്മൾ പോയത് വിൻസർ റൂമിലേക്കാണ്. ഇത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള റോയൽ ഫാമിലി ടൊറന്റോ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് താമസിക്കാൻ ഒരുക്കിയ മുറിയാണിത്. ഈ മുറിയിലെ ഫർണിച്ചറുകളെല്ലാം വാൾനട്ട് വുഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സർ ഹെൻറി പെല്ലറ്റിന്റെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. തികച്ചും ക്ലാസി ആയിട്ടുള്ള ഒരു ഗംഭീര മുറിയാണ് സർ ഹെൻറി പെല്ലറ്റിൻ്റെത്. ഒന്ന് കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുറിയിൽ നമുക്ക് പുലിത്തോലി കൊണ്ടുള്ള ചവിട്ടിയും പിന്നെ പുള്ളി കിടന്നുറങ്ങിയിരുന്ന ഈ ആഡംബര കട്ടിലും പിന്നെ ആ കാലഘട്ടത്തിലെ അൾട്രാ മോഡേൺ ഫുൾ ബോഡി ഷവർ സിസ്റ്റം വരെ ഉണ്ട് പുള്ളിയുടെ വാഷ്റൂമിൽ. ഈ റൂമിനോട് ചേർന്ന് തന്നെയാണ് സർ ഹെൻറി പെല്ലറ്റിന്റെ ഭാര്യ മേരിയുടെയും മുറി. ആ കാലഘട്ടത്തിൽ ഭാര്യയും ഭർത്താവും ഇതുപോലെ 2 മുറിയിൽ കിടക്കുന്നതാണ് ഇത്ര ആഡംബരം. പിന്നെയുള്ള ഒരു മുറി ചൈനയിൽ നിന്നും മറ്റും വരുന്ന വിദേശ കച്ചവടക്കാർക്ക് താമസിക്കാൻ ഒരുക്കിയ ഒരു ഗസ്റ്റ് സ്യൂട്ടാണ്. ഇനി ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് കാസലോമയുടെ ബേസ്മെന്റിലേക്കാണ്. ബേസ്മെന്റിലേക്കുള്ള പടി ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെന്നെത്തുന്നത് ഒരു നീണ്ട ടണലിലേക്ക്. ഈ ടണൽ ചെന്നെത്തുന്നത് സ്ട്രീറ്റിന്റെ അപ്പുറത്തെ സൈഡിലേക്കാണ്. അവിടെയാണ് പെല്ലറ്റിന്റെ ഏറ്റവും ഫേവറേറ്റ് കുതിരകളെ കെട്ടുന്ന കുതിരാലയവും പുള്ളിയുടെ ആഡംബര കാറുകളുടെ ഗറേജുമെല്ലാം. ഈ ടണൽ ശരിക്കും ഹോണ്ടഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഒറ്റയ്ക്ക് ഇതിലൂടെ നടക്കുവാണെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒച്ചകളും ആരോ മുടി പിടിച്ച് വലിക്കുന്ന പോലെയൊക്കെ തോന്നുമെന്ന് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടണലിൻ്റെ ഭിത്തികളിൽ നോക്കുവാണെങ്കിൽ വേൾഡ് വാർ, പ്ലേഗ്, ഡിപ്രഷൻ ആ കാലഘട്ടങ്ങളിലെ ഹിസ്റ്റോറിക് ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ബേസ്മെന്റിൽ ഒരു ഇൻഡോർ പൂള് സെറ്റ് ചെയ്യണമെന്ന് ഹെൻറി പെല്ലറ്റിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ആ സ്ഥലത്ത് സിറ്റി ഓഫ് ടൊറന്റോ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ദിവസേന 7 തവണയായിട്ട് ഹെൻറി പെല്ലറ്റിന്റെ ലൈഫ് ഡോക്യുമെന്ററി ഷോ നടത്തുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് ഹെൻറി പെല്ലറ്റ് എന്ന ബിസിനസ്സുകാരന്റെ ഉയർച്ചയും തകർച്ചയും കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലായത്. ബിസിനസ്സുകാരനായിരുന്നു ഹെൻറി പെല്ലറ്റിന്റെ അച്ഛൻ. തൻ്റെ യൗവനകാലത്തിൽ കനേഡിയൻ ആർമിയിലെ ഒരു ഉയർന്ന ബ്രിഗേഡിയർ ആയിരുന്നു.
ഹെൻറി പെല്ലറ്റ് പിൽക്കാലത്ത് തൻ്റെ അച്ഛൻ്റെ പാത പിന്തുടർന്ന് ബിസിനസ്സിലോട്ട് ഇറങ്ങി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. റെയിൽവേ, ഹൈഡ്രോ പവർ പ്രൊജക്ട്, വിമാന നിർമ്മാണം എന്നിങ്ങനെയുള്ള വ്യവസായങ്ങളിലായിരുന്നു പുള്ളിയുടെ കളികൾ. ടൊറന്റോയിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് ട്രെയിനും ഹൈഡ്രോ പവർ സ്റ്റേഷനൊക്കെ കൊണ്ടുവന്ന മനുഷ്യനാണ് ഹെൻറി പെല്ലറ്റ്. ഇദ്ദേഹം അങ്ങനെ തൻ്റെ ആഡംബരത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്ന സമയത്ത് പണിതെടുത്ത മാളികയാണ് കാസലോമ എന്ന് പറയുന്നത്. പക്ഷെ ഗവൺമെന്റ് പ്രൈവറ്റ് കമ്പനികളെല്ലാം നാഷണലൈസ്ഡ് ആക്കി തുടങ്ങിയതോടെ ഹെൻറി പെല്ലറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഇടിഞ്ഞു. അവിടെ നിന്നും തുടങ്ങി പുള്ളിയുടെ പതനം. വേൾഡ് വാർ കഴിഞ്ഞതോടെ ടാക്സ് റൂൾസ് എല്ലാം മാറി. സിറ്റി പ്രോപ്പർട്ടി ടാക്സ് കൂട്ടി. അങ്ങനെ കാസലോമ എന്ന ഈ വലിയ വീടിന്റെ ടാക്സ് അടയ്ക്കാൻ പറ്റാതെയായി പെല്ലറ്റിന്. താൻ ഇഷ്ടപ്പെട്ട് മേടിച്ച വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഓപ്ഷന് വെക്കേണ്ടി വന്നു. പക്ഷെ ഇത്രയും വലിയ ആഡംബരത്തിൽ ജീവിച്ച ഈ മനുഷ്യൻ അവസാന കാലങ്ങളിൽ തൻ്റെ ഷോഫറിൻ്റെ ഒപ്പം എന്ന് വെച്ചാൽ തൻ്റെ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറിൻ്റെ വീട്ടിലാണ് പുള്ളി താമസിച്ചിരുന്നത്. പെല്ലറ്റിൻ്റെ സുവർണ കാലഘട്ടത്തിൽ 10 കൊല്ലത്തോളം അദ്ദേഹവും ഭാര്യയും ഈ വീട്ടിൽ താമസിച്ചിരുന്നു. പ്രൗഡി എന്ന് പറയുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ സിറ്റി ഓഫ് ടൊറന്റോയിലെ മുഴുവൻ വീടുകൾക്ക് വേണ്ട ഇലക്ട്രിസിറ്റിയേക്കാൾ കൂടുതൽ പവർ വേണമായിരുന്നു പെല്ലറ്റിൻ്റെ ഈ കാസലോമയ്ക്ക്. തൻ്റെ പ്രിയപ്പെട്ട കുതിരകൾക്ക് വരെ ഹീറ്റഡ് സ്റ്റേബിൾ ഉണ്ടായിരുന്നു. പിന്നെ ആഡംബര കാറുകളുടെ ഒരു വലിയ ഗാരേജും. ഫോർഡ് കാറുകളുടെ ഒരു നിര തന്നെ നമുക്കിവിടെ കാണാം. വിൻ്ററിലും സമ്മറിലും ഓടിക്കാനായിട്ട് പ്രത്യേക ടയറുകൾ. പിന്നെ കാർ ഓടിച്ച് മടുക്കുമ്പോൾ വേണമെങ്കിൽ കുതിരയായിട്ട് പോകാനായിട്ട് ഒരു കുതിരവണ്ടിയും. കുറച്ചു പേർക്കെങ്കിലും കാസലോമയുടെ ചില ഭാഗങ്ങൾ കാണുമ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന ഫീലിംഗ് വരുന്നുണ്ടാവും. കാരണം നമ്മൾ കണ്ടിട്ടുള്ള പല ഹോളിവുഡ് സിനിമകളും TV ഷോകളും, എക്സ്മെൻ, റോബോകോപ്പ്, മാസ്റ്റർ ഷെഫ് കാനഡ ഇവയുടെയെല്ലാം ചില ഭാഗങ്ങളെല്ലാം കാസലോമയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനെ അനുസ്മരിപ്പിക്കുന്ന ഫേമസ് ഫിലിം സ്റ്റാർസിന്റെ ഒരു വാക്സ് മ്യൂസിയവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കനേഡിയൻ ആർമിയിലെ ഒരു ഹൈ റാങ്ക് ബ്രിഗേഡിയർ ആയിരുന്നു സർ ഹെൻറി പെല്ലറ്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കാസലോമയുടെ 3-ാം നിലയിൽ ക്യൂൻസ് ഓൺ റൈഫിൾ ഓഫ് കാനഡ റെജിമെൻ്റൽ മ്യൂസിയമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേൾഡ് വാറിന് യൂസ് ചെയ്തിരുന്ന ആയുധങ്ങൾ മുതൽ 20-ാം നൂറ്റാണ്ടിലെ അൾട്രാ മോഡേൺ ആയുധങ്ങൾ വരെ നമുക്കിവിടെ കാണാൻ പറ്റും. കാനഡയുടെ ഒരു ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ് കാസലോമ. $40 ടിക്കറ്റിന് നമുക്കൊരു ഡേ വെർത്തായിട്ട് സ്പെൻഡ് ചെയ്ത് കടന്നുപോയ കാലത്തിൻ്റെ കുറച്ച് ഓർമ്മകളും അത് നമ്മൾ പഠിപ്പിക്കുന്ന കുറച്ച് കഥകളൊക്കെ അറിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാം. ഈ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.